നമസ്കാരം. ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വികസന സദസ്സുകൾ ജനകീയ ഇടപെടലാണെന്ന് മന്ത്രി പി പ്രസാദ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിയ്യപുരം വികസന സദസ് തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും MLA. ജോലിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് നൽകുന്ന ചികിത്സാ സഹായം കൈമാറി. H. സലാം MLA ആണ് സഹായം കൈമാറിയത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി അൻപ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ പഞ്ചായത്തുകളിലെയും 6 നഗരസഭകളിലെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസന സദസ്സുകൾ ജനകീയ ഇടപെടലാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സദസ്സ് പോലുള്ള ജനകീയമായ ഇടപെടലുകൾ സുസ്ഥിര വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മുകളിൽ നിന്ന് താഴേക്കെന്ന രീതിയിൽ മാറ്റം വന്നു. താഴെ നിന്ന് തന്നെ വികസന കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ ആഴം കൂടുമെന്നും ജനകീയ പങ്കാളിത്തം വർദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ക്ഷീരഗ്രാമ പ്രഖ്യാപനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം പഞ്ചായത്ത് സെക്രട്ടറി TF സെബാസ്റ്റ്യനും സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് അവതരണം അസിസ്റ്റന്റ് സെക്രട്ടറി P രാജീവും നിർവഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. വിയ്യപുരത്ത് വികസന സദസ് തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും MLA വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. വിയ്യപുരം പഞ്ചായത്തിൽ കുടിവെള്ളത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചതായി തോമസ് കെ തോമസ് MLA പറഞ്ഞു. കാരിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പരീഷ് ഹാളിൽ നടന്ന വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കരിയായ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ അല്ലാതെ തന്നെ തന്നിട്ടുണ്ട്. ഒരുപാട് വർക്കുകൾ വിയ്യപുരത്തിന് തന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കുക എന്നുള്ളത് നമുക്കറിയാം. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ വിഷയം നല്ല കോൺട്രാക്ടേഴ്സിനെ കിട്ടുക എന്നുള്ള വലിയൊരു വിഷയം തന്നെയാണ്. പല ആൾക്കാരും കോൺട്രാക്റ്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാം 13ാം വാർഡ് മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ അത് എന്നോട് പറയുന്ന ആ കോൺട്രാക്റ്റ് എടുത്തെന്നുള്ളത്. കാരണം ഇന്ന് 45 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ച ആ ഫണ്ട് മുഴുവൻ ഞാൻ 13ാം നമ്പർ വാർഡിനാണ് തന്നത്. 45 ലക്ഷം രൂപ ആ വർക്ക് അവിടെ വെച്ചു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കോൺട്രാക്റ്റ് എടുത്തെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അദാലത്ത് വിളിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. നെൽവിത്ത് വിലയ്ക്കും കൂലിച്ചെലവ് സബ്സിഡിക്കുമായി പഞ്ചായത്ത് 69.82 ലക്ഷം രൂപ ചെലവഴിച്ചതായും മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 55.37 ലക്ഷം രൂപ ചെലവഴിച്ചതായും സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സദസ്സിൽ വിയ്യപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺ ആർ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V സിന്ധു ബാലകൃഷ്ണൻ, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഓമന, ജില്ലാ പഞ്ചായത്ത് അംഗം A ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N പ്രസാദ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PD ശ്യാമള, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം N ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു. ജോലിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് നൽകുന്ന ചികിത്സാ സഹായം കൈമാറി. അമ്പലപ്പുഴ MLA H. സലാമാണ് ചികിത്സാ സഹായം കൈമാറിയത്. മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിലാണ് ഇല്ലാതിരുന്നത്. പക്ഷേ ഏതായാലും അത് വലിയ തുറകളിൽ നേരത്തെ റിട്ടയർ ചെയ്ത ആളുകൾക്ക് പോലും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് 10-60,000 മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ഉടനെ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതും ഈ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. ജോലിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് ചികിത്സാ സഹായം കൈമാറി.
പുന്നപ്ര മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘാംഗം, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കുന്നേൽ വീട്ടിൽ KS ഷോബി, തോട്ടപ്പള്ളി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘാംഗം, പുറക്കാട് പഞ്ചായത്ത് തോട്ടപ്പള്ളി പുത്തൻപറമ്പ് വീട്ടിൽ S ശ്യാം പ്രസാദ് എന്നിവർക്കാണ് മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസിൽ നിന്ന് ധനസഹായം കൈമാറിയത്. ഷോബിയുടെ വലതു കൈപ്പത്തിയും ശ്യാം പ്രസാദിന്റെ കൈവിരലുകളും അപകടത്തിൽ അറ്റുപോയിരുന്നു. ഷോബിക്ക് 1 ലക്ഷവും ശ്യാം പ്രസാദിന് 4,30,000 രൂപയുമാണ് നൽകിയത്. H സലാം MLA ധനസഹായം കൈമാറി. അമ്പലപ്പുഴ പുന്നപ്ര മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ മത്സ്യഫെഡ് ജില്ലാ ചെയർമാൻ B ഷാനവാസ്, പ്രോജക്ട് ഓഫീസർ രാധിക, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സംഘം പ്രസിഡന്റ് D ദിലീഷ്, വൈസ് പ്രസിഡന്റ് സുനിത പ്രദീപ്, ബോർഡ് മെമ്പർമാരായ സ്വപ്ന സുഭാഷ്, ശ്യാമള, സെക്രട്ടറി സോണിയ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി അൻപ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു അഭിപ്രായപ്പെട്ടു. സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. സാമൂഹ്യനീതി വകുപ്പിന്റെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി അൻപ് തീവ്രപരിചരണ പരിപാടി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പൊതു ഓഫീസുകളും പൊതു കെട്ടിടങ്ങളും കലാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം ഭിന്നശേഷിക്കാർക്ക് കൂടി പ്രാപ്യമാക്കാവുന്ന വിധത്തിൽ തടസ്സരഹിതമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളിലേക്കും ഈ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേർക്കും കടന്നു വരാൻ ആത്മവിശ്വാസം പകരുക എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഉത്തരവാദിത്തം. ഒരു ഉൾച്ചേർക്കൽ സമൂഹം, ഇൻക്ലൂസീവ് സൊസൈറ്റി സാധ്യമാക്കുക, ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമെല്ലാം ഒന്നാമത് പരിഗണന തന്നെ നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരാനും അവരുടെ ആത്മവിശ്വാസവും കാര്യപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് സാമൂഹ്യനീതി വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പ്രധാന പരിഗണന നൽകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം, ഇവരും കുടുംബവും ഭിന്നശേഷിക്കാരും നേരിടുന്ന പ്രയാസങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അമ്പലപ്പുഴ MLA H സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ S ജലജ, DLSA സബ് ജഡ്ജ് പ്രമോദ് മുരളി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ V അശ്വതി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് TS താഹ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I റംല ബേബി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ പരിരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് പരിമിതികളെ തോൽപ്പിച്ച് കീബോർഡ് വായിച്ചും ചിത്രരചന നടത്തിയും മുന്നേറുന്ന മുഹമ്മദ് യാസിന്റെ കീബോർഡ് വായന കാണികൾക്ക് നവ്യാനുഭവമുണ്ടാക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ പഞ്ചായത്തുകളിലെയും 6 നഗരസഭകളിലെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. ജില്ലാ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലും ജില്ലാ പഞ്ചായത്ത് ഹാളിലുമായിട്ടായിരുന്നു നറുക്കെടുപ്പ് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ പഞ്ചായത്തുകളിലെയും 6 നഗരസഭകളിലെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിലുമായിട്ടാണ് നറുക്കെടുപ്പ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ ആലപ്പുഴ നഗരസഭയിലേക്കുള്ള സംവരണ നറുക്കെടുപ്പിൽ കുതിരപ്പന്തി വാർഡ് പട്ടികജാതി സംവരണ സീറ്റായി മാറി. പൂന്തോപ്പ്, കാളാത്ത്, കുറ്റംകുളങ്ങര, കളർകോട്, കൈതവന, പഴവീട്, പാലസ്, MO വാർഡ്, തിരുവമ്പാടി, ഇരവുകാട്, മുല്ലാത്തുവളപ്പ്, വലിയമരം, സ്റ്റേഡിയം, ആലിശ്ശേരി, വട്ടയാൽ, ബീച്ച്, വലിയകുളം, സെക്കരിയ, വഴിച്ചേരി, മുല്ലക്കൽ, ജില്ലാ കോടതി, കറുകയിൽ, കിടങ്ങാമ്പറമ്പ്, ചാത്തനാട്, സീ വ്യൂ, ആറാട്ടുവഴി, തുമ്പോളി സൗത്ത് എന്നീ വാർഡുകൾ സ്ത്രീ സംവരണ വാർഡായി മാറി. ആലപ്പുഴ നഗരസഭയിൽ നേരത്തെ 52 വാർഡുകളായിരുന്നു ആകെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ തുമ്പോളി സൗത്ത് എന്ന പേരിൽ പുതുതായി 1 വാർഡ് കൂടി കൂട്ടിച്ചേർത്തതോടെ ആലപ്പുഴ നഗരസഭ വാർഡുകളുടെ ആകെ എണ്ണം
53 മാറിയിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഈ വർഷത്തെ NVK പ്രതിഭാ തുമ്പപ്പൂ പുരസ്കാരം നടൻ ശങ്കറിന് നൽകുമെന്ന് അവാർഡ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷങ്ങളിൽ കലാലോകത്തെ സമഗ്ര സംഭാവനയെ, പ്രത്യേകിച്ച് സിനിമയെ മുൻനിർത്തിയിട്ടുള്ള ഒരു അവാർഡ് നൽകി വരുന്നു. ഈ പ്രാവശ്യം അവാർഡ് നൽകുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ശങ്കറിനെ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ചലച്ചിത്ര താരമായിരുന്നു. അന്യഭാഷാ ചലച്ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷം. ഒരു ജീവിതകാലം മുഴുവൻ പ്രതിഫലേച്ഛയില്ലാതെ നിരവധി പേർക്ക് കലാപരിശീലനം നൽകിയ ജനകീയ കലാകാരൻ NV അറവുകാടിന്റെ പേരിൽ സ്റ്റേജ് ഇന്ത്യ എന്റർടൈൻമെന്റ് ഗ്രൂപ്പ് വർഷം തോറും നടത്തിവരാറുള്ള NVK പ്രതിഭാ തുമ്പപ്പൂ പുരസ്കാരം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയെ പരിഗണിച്ച് ഈ വർഷം നടൻ ശങ്കറിന് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പൊരുൾ, അരളി എന്ന ചിത്രങ്ങൾ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങളും, നേര്, വധു, വരിക്കംപ്ലാവ് എന്നീ ചിത്രങ്ങൾ 3ആം സ്ഥാനം പങ്കിട്ടതായും ഭാരവാഹികൾ പറഞ്ഞു. മികച്ച നടന്മാരായി പ്രമോദ് വെളിയനാട്, ബിനോദ് എന്നിവരെ തിരഞ്ഞെടുത്തു. സൂസൻ ജോൺസണാണ് മികച്ച നടി. വിനു നാരായണനാണ് മികച്ച സംവിധായകൻ. മാസ്റ്റർ ശ്രീഹരി സജിത്തിനെ മികച്ച ബാലതാരമായും ബാലനടിയായി ദേവിക കൃഷ്ണ അയ്യരെയും ഏഞ്ചൽ സോണിയെയും തിരഞ്ഞെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പുഴ MLA H. സലാം പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ വിനയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഈ മാസം 30-ന് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുരസ്കാര വിതരണ ചടങ്ങ് നടക്കുന്നതെന്നും ചെയർമാൻ മധു പുന്നപ്ര, വൈസ് ചെയർമാൻ മനോജ് പുന്നപ്ര, ജൂറി ചെയർമാൻ പോൾസൺ, അലിയാർ മാക്കീൽ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 10 വർഷം കൊണ്ട് വലിയ വികസന കുതിപ്പാണ് അരൂർ മണ്ഡലത്തിലുണ്ടായതെന്ന് ദലീമ ജോജോ MLA പറഞ്ഞു. അരൂർ മണ്ഡല ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായത് വലിയ വികസന കുതിപ്പാണെന്ന് ദലീമ ജോജോ MLA അഭിപ്രായപ്പെട്ടു. അരൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അരൂർ മണ്ഡലത്തിൽ സ്കൂളുകൾ, റോഡുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, ടൂറിസം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് 100 കോടി മുടക്കി നിർമ്മിക്കുന്ന പെരുമ്പളം പാലവും വിവിധ സ്ഥലങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ചതും പുരോഗമിക്കുന്നതുമായ 20 മികവുറ്റ വിദ്യാലയങ്ങളും റോഡുകളുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചിന്തിക്കാത്ത നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ശരിക്കും നമ്മൾ ഈ മാസ്ക് ഒക്കെ വെച്ചുള്ള ഒരു അവസ്ഥകൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥകളിലൂടെ ഇതിന്റെ ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മളുടെ ഭരണസമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചു വെച്ച കുറെ എന്താ പറയുക നോട്ട് നിരോധനം, നമ്മൾക്ക് GST, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതും നമ്മളെ വളരെയധികം ദുരിതപ്പെടുത്തി ആ സമയത്ത്. അപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന പ്രവർത്തനം നന്നായിട്ട് നടക്കേണ്ട കാലഘട്ടമല്ല. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയ ആർജവമാണ് നമ്മുടെ വികസനങ്ങള് കൃത്യമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയകുമാരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EE ഇഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സീനത്ത് ഷിഹാബുദ്ദീൻ, നൌഷാദ് കുന്നേൽ, അമ്പളി ഷിബു, KSDP ചെയർമാൻ CV ചന്ദ്രബാബു, CN മനോഹരൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന സദസ്സുകൾ ജനകീയ ഇടപെടലാണെന്ന് മന്ത്രി P. പ്രസാദ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിയ്യപുരം വികസന സദസ് തോമസ് K. തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും MLA. ജോലിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് നൽകുന്ന ചികിത്സാ സഹായം കൈമാറി. H. സലാം MLA ആണ് സഹായം കൈമാറിയത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി അൻപ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ പഞ്ചായത്തുകളിലെയും 6 നഗരസഭകളിലെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.